എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം പറയുന്നതിനോടൊപ്പം തന്നെ ഞാനൊരു സോറിയും പറയുന്ന കാരണം എന്താണെന്നറിയോ, ഇത് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് എനിക്കൊരു ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ ആ ഉണ്ടാക്കിയ വീഡിയോ ലാസ്റ്റിലെത്തി അത് കാണിക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം അപ്പോഴത്തേക്ക് എൻ്റെ അടുക്ക മോളെ വാവ ഉണ്ടായിരുന്നു. വാവക്ക് ഉറക്കണം ഓനെടുക്കണം എന്തെല്ലോ ഒരു കൊരോന്നോ കൂട്ടി ആ സമയത്ത്. അപ്പോൾ ഞാൻ ഓനെ എടുത്തിട്ട് അങ്ങ് പോയി. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ മോൻ വന്ന് ഓൻ തീറ്റിയും തുടങ്ങിയിന്. അതുകൊണ്ട് എനിക്ക് അത് ചെയ്ത് ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഫോട്ടോ മാത്രം എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പച്ചരീൻ്റെ ഉപ്പുമാവാണ്. ഞാൻ ഇവിടെ 4-5 ആൾക്ക് വേണ്ടിയിട്ട് 4 പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ആ പച്ചരി നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ച് അതിന് പച്ചരീൻ്റെ ഉപ്പുമാവിന് വേണ്ട സാധനങ്ങളാണിത്: ക്യാരറ്റ്, കരിവേപ്പിൻ ചപ്പ്, പച്ചമുളക്, ഉള്ളി, വലിയുള്ളിയാണ്, ഇഞ്ചിയും. ഇത്രയും സാധനങ്ങൾ മതി. ഇത്രയും സാധനം വെക്കുക വെച്ചാൽ ഈ പച്ചരി എന്ത് ചെയ്യുക, കുക്കറിൽ വെക്കുക. കുക്കറിൽ ഒരിത്തിരി ഉപ്പ് ഇട്ടിട്ട് പാകത്തിനുള്ള വെള്ളവും വെച്ചിട്ട്, തോനെ വെള്ളമൊന്നും വെക്കണ്ട, പായസം പോലെ ആയിപ്പോവും. കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ലോണം 2 വിസിലിന് വേവിച്ചെടുക്കുക. വേവിച്ചിട്ട് അത് ആടുന്ന് തണിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഒരു പാന് വെക്കുക. അതിൻ്റെ അകത്ത് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. കടുകും പിന്നെ ഉഴുന്ന് പരിപ്പെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. കടുക്, ഉഴുന്ന് പരിപ്പ്, അരി ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ എനിക്ക് അതൊന്നും വിചാരിച്ച പോലെ നോക്കി പരിധി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കടുക് മാത്രം ഇട്ടെ. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കടുക് ഇത്തിരി മതി കേട്ടോ. കടുക് നമ്മളെ ഏതൊരു സംഭവത്തിനും ഒരു ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ്. പക്ഷേ എങ്കിൽ ഇവിടെ എന്നാ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ കടുകിടുമ്പോൾ എപ്പം കൂടിപ്പോവും. അപ്പോൾ എന്നോട് ഉപ്പേരിയെല്ലാം വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇനി കടുകിൻ്റെ ഉപ്പേരിയാണോ ഉണ്ടാക്കിയെന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് ഞാനിതാ ഒരു ഇത്തിരി കടുക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ കടുകും ഒരു ചുവന്ന മുളകും ഈ അരിഞ്ഞ് വെച്ച സാധനങ്ങൾ കംപ്ലീറ്റ് ഇട്ടിട്ട് ഒന്ന് നല്ലോണം അങ്ങ് വാട്ടുമ്പോൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞി ഉപ്പ് ഇടണം. കാരണം ഇത്തിരിയേ ഇടാവൂ. അത് ചോറിൻ്റെ അകത്ത് നമ്മൾ ഇട്ടതാണ് നേരത്തെ. അതുകൊണ്ട് കൂടുതലിട്ട് കഴിഞ്ഞാൽ ഉപ്പിൻ്റെ മാവായി പോവും. അതുകൊണ്ട് ഇത്തിരി മാത്രം ഇടുക. പിന്നെ എന്നിട്ട് ആ വെന്ത് വെച്ച ചോറ് പച്ചരീൻ്റെ ഇതെടുത്തിട്ട് ഈ വറവിലേക്ക് ഇടുക. നല്ലോണം ഒന്ന് ഇളക്കി ചേർത്ത് ഒരു കുഞ്ഞി തീയിൽ അതിൻ്റെ അകത്തുള്ള വെള്ളമെല്ലാം വറ്റി വരുന്നവരെ ഒന്നാടെ മൂടി വെക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തീ ഓഫാക്കിയിട്ട് നല്ലോണം തേങ്ങയും ചിരയിടുക. എന്നിട്ടൊരു പഞ്ചസാരയും കൂട്ടിയിട്ട് അങ്ങ് തിന്നുക. നല്ല അടിപൊളി ഒരു ചായക്കൂട്ടലാണ്. ഗൾഫിലെല്ലാം ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം ഇങ്ങനെയെല്ലാം ഒന്ന് ചെയ്ത് നോക്കാം. നല്ല ചോറിന് ചോറുമായി, ചായക്കൂട്ടലിന് ചായക്കൂട്ടലായി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ഓക്കെ, ബൈ ബൈ.